ഹലോ എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ RRBയുടെ റീജിയണൽ റൂറൽ ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുള്ള ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കും PO പോസ്റ്റുകളിലേക്കും SO പോസ്റ്റുകളിലേക്കുള്ള ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലുള്ള വേക്കൻസീസും ഇപ്രാവശ്യത്തെ വേക്കൻസീസും ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഇന്നത്തെ സെക്ഷൻ ഉദ്ദേശിക്കുന്നത്. വേക്കൻസീസിനെ പറ്റി എല്ലാവർക്കും ഐഡിയ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ വർഷം എത്ര വേക്കൻസീസ് ഉണ്ട്, അതിനേക്കാൾ കൂടുതലുണ്ടോ? അതൊക്കെ കൂടുതൽ വേക്കൻസീസ് എപ്പോഴും ഒരു ഹോപ്പാണ് അല്ലെ. എന്തായാലും നമുക്ക് ഇപ്രാവശ്യം നല്ല വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എവിടെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കഴിഞ്ഞ വർഷത്തെ വേക്കൻസീസ് എല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് കമ്പാരിസൺ നടത്താം. അതുപോലെ തന്നെ കട്ട് ഓഫ്, കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് അനാലിസിസും ഞാനൊരു സെക്ഷൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും എക്സാം എഴുതി കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ ആ ഒരു കട്ട് ഓഫ് റേഞ്ച് നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് നോക്കാം. IBPS RRBയുടെ കലണ്ടർ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 1 നോട്ടിഫിക്കേഷൻ വന്നതാണ്. സെപ്റ്റംബർ 21 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സോ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യല്. എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. അത് നവംബർ ഡിസംബറിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെയിൻസ് ഡിസംബറിൽ ഉണ്ടായിരിക്കും. അതുപോലെ പ്രൊഫഷണൽ അലോട്ട്മെന്റ് എല്ലാം ഫെബ്രുവരി മാർച്ച് മന്തിലായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഇൻഫോം ചെയ്തതാണ്. അപ്പൊ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആണ് എനിക്ക് നിങ്ങളെ ഇപ്പോഴും ഓർമ്മിപ്പിക്കാനുള്ളത്. സെപ്റ്റംബർ 21. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക, ദെൻ പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് സെപ്റ്റംബർ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ ഫുൾ ഉണ്ട്. നവംബർ ഡിസംബറിലാണ് എക്സാം വരുന്നത്. നമുക്ക് ടൈം ഉണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ SBI ക്ലർക്കിന്റെ എക്സാം, IBPS ക്ലർക്കിന്റെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു ചാൻസ് ആണ്. മോക്ക് ടെസ്റ്റുകൾ മാത്രം എഴുതി മാർക്ക് ടൈമിംഗ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. സോ IBPS RRBയുടെ വേക്കൻസി ട്രെൻഡ് ലാസ്റ്റ് 7 ഇയേഴ്സിൽ നോക്കാവേ 2018 മുതൽ 2025 വരെയുള്ള വേക്കൻസി അനാലിസിസ് ആണ്. അത് ഇപ്പോഴും നോക്കാം. 2025 ഇപ്പൊ എങ്ങനെയാണ് ആ വേക്കൻസി എന്ന് നോക്കാം. ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് 2025 വേക്കൻസീസ് എന്ന് പറയുന്നത് 13,217 വേക്കൻസീസ് ഉണ്ട്. നല്ലൊരു വേക്കൻസിയാണ്. 13,217 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഓഫീസർ സ്കെയിൽ 2 69 വേക്കൻസീസ് ഉണ്ട്. അതുപോലെ ഓഫീസർ സ്കെയിൽ 2 ലോ ആണെങ്കിൽ 48 വേക്കൻസീസ് ഉണ്ട്. ഓഫീസർ സ്കെയിൽ 2 ട്രഷർ മാനേജർ ആണെങ്കിൽ 16 വേക്കൻസീസ് ആണുള്ളത്. ഓഫീസർ സ്കെയിൽ 2 ജനറൽ ബാങ്കിങ് ഓഫീസർ ആണെങ്കിൽ 854 വേക്കൻസീസ് ഉണ്ട്. ഓഫീസർ സ്കെയിൽ 2 തന്നെ IT ആണെങ്കിൽ 87, അതുപോലെ മാർക്കറ്റിംഗ് ആണെങ്കിൽ 15, അതുപോലെ അഗ്രികൾച്ചർ ആണെങ്കിൽ 50 വേക്കൻസീസ് ആണുള്ളത്. ഓഫീസർ സ്കെയിൽ 3 ആണെങ്കിൽ 199 വേക്കൻസീസ് ആണുള്ളത്. ഇനി ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ്, ദാറ്റ് ഈസ് നമ്മുടെ RRB ക്ലറിക്കൽ പോസ്റ്റ്. RRB ക്ലർക്കിന്റെ വേക്കൻസീസ് 7,972, 7,972 വേക്കൻസീസ് ആണ് IBPS RRB ക്ലർക്കിന്റെ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസ് വന്നിരിക്കുന്നത് 7,972 വേക്കൻസീസ്. നല്ലൊരു വേക്കൻസീസ് ആണ് ഇപ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി പ്രൊബഷണറി ഓഫീസറിന്റെ പോസ്റ്റ് ആണെങ്കിൽ IBPS PO ആണെങ്കിൽ, IBPS RRB PO ആണെങ്കിൽ, ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിൽ 3,907 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ടോട്ടൽ 13,270. അപ്പം നിങ്ങൾ ജനറൽ ബാങ്കിങ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല എമൗണ്ട് ഓഫ് വേക്കൻസീസ് ആണ്. IBPS RRB ക്ലർക്ക്, IBPS RRB PO പോസ്റ്റുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ല വേക്കൻസീസ് ആണ് ഇപ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാക്സിമം പ്രയോജനപ്പെടുത്തുക, ഇപ്രാവശ്യം തന്നെ എഴുതിയെടുക്കുക. ഓക്കെ, അതുപോലെ നമുക്ക് അറിയാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എനി ഗ്രാജുവേറ്റ്, ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, എഴുതാനും വായിക്കാനും സംസാരിക്കാനും. നിങ്ങൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. നിങ്ങൾ വേറെ എവിടെ തമിഴ്നാടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തമിഴ് വായിക്കാനും എഴുതാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ കേരളത്തിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ മലയാളം ആയിരിക്കും ലാംഗ്വേജസ് കിടക്കുന്നത്, തമിഴ് ലാംഗ്വേജ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ വേറൊരു സ്ഥലത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷൻസി ടെസ്റ്റ് പാസ്സാണ്. പിന്നെ മലയാളം ആണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ഒന്ന് പാസ്സാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഓൾറെഡി കാണണം. നിങ്ങൾ 10th ലെവലിലൊക്കെ മലയാളം പഠിച്ചതിന്റെ ഒരു റെക്കോർഡിങ്സ് എന്തായാലും ഉണ്ട്. അപ്പൊ അത് മതിയാവും. പിന്നെ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ അറിയണം, അത് മസ്റ്റ് ആണ്. ഈ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക്, 18 മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് IBPS ക്ലർക്ക് പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവരാണെങ്കിൽ സെപ്റ്റംബർ 1 നിങ്ങൾക്ക് 30 വയസ്സ് വരെ ഉള്ളതാണെങ്കിൽ അസോൺ സെപ്റ്റംബർ 1 ആണ് കേട്ടോ. IBPS PO പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഏജ് റിലാക്സേഷൻ അറിയാലോ,
OBC ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇത് 33 വയസ്സ് വരെ ഉള്ളവർക്ക് PO എഴുതാം, 31 വയസ്സ് ഉള്ളവർക്ക് ക്ലറിക്കൽ പോസ്റ്റ് എഴുതാം. അതുപോലെ തന്നെ SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 years ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, 35 years വരെ നിങ്ങൾക്ക് IBPSന്റെ RRB PO എക്സാം എഴുതാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇതാണ് എലിജിബിലിറ്റി. അപ്പൊ 2025 വേക്കൻസീസ് നിങ്ങൾക്ക് മനസ്സിലായാലും നമുക്ക് 2024 കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ 2024 IBPS RRB വേക്കൻസീസ് നോക്കുവാണെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് 5800 വേക്കൻസീസ് ഉണ്ടായിരുന്നു. ഓഫീസർ സ്കെയിൽ 1 3583 വേക്കൻസീസ് ഉണ്ടായിരുന്നു. ഇനി ഓഫീസർ സ്കെയിൽ 2 അഗ്രികൾച്ചർ ഓഫീസർ 70, ഓഫീസർ സ്കെയിൽ 2 മാർക്കറ്റിംഗ് ഓഫീസർ 11, അതുപോലെ ട്രഷറി മാനേജർ 21, ലോ 30. ഇതൊക്കെ പോസ്റ്റുകളാണ്. CA 60, IT 104, ജനറൽ ബാങ്കിങ് ഓഫീസേഴ്സിന് 501 ആയിരുന്നു. അതുപോലെ ഓഫീസർ സ്കെയിൽ 3 133. ഇങ്ങനെയായിരുന്നു വേക്കൻസീസ്. ടോട്ടൽ 10,313 ഉള്ളു. അപ്പൊ 2024 വേക്കൻസീസ് നോക്കുവാണെങ്കിൽ 2024 വേക്കൻസീസ് നോക്കുവാണെങ്കിൽ എത്രയുള്ളൂ? 10,313 വേക്കൻസീസ് ആണ്. 2025 നിങ്ങൾ കണ്ടല്ലോ 13,217 ആണ്. അതുപോലെ തന്നെ IBPS ക്ലർക്കിന്റെ പോസ്റ്റ്, IBPS ക്ലർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് 7,972 ഉണ്ടായിരുന്നു. 7,972 വേക്കൻസീസ് ആണ് 2025. എന്നാൽ 2024 എത്ര കുറവായിരുന്നു? 5,800 ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിൽ, ഓഫീസർ സ്കെയിൽ 1 എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊബേഷണറി ഓഫീസർ ആണെങ്കിൽ 3,907 വേക്കൻസീസ് ആണ് ഇപ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3,907 വേക്കൻസീസ് ആണ്. 2024 3,583 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വേക്കൻസീസ് പ്രീവിയസ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഒരു വേക്കൻസി ആണെങ്കിലും 2 വേക്കൻസി ആണെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ അറ്റൻഡ് ചെയ്യും, അവരത് നേടിയെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഇപ്പൊ ഇത്രയും ചാൻസ്, ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, മാക്സിമം പ്രയോജനപ്പെടുത്തുക കേട്ടോ. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി ആണ്, ഒരുപാട് പോസിബിലിറ്റി ആണ്. ഓരോരുത്തർക്ക് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഒരു ആവറേജിൽ നിന്ന് എബോ ആവറേജിലോട്ട് വന്ന് കയറാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ആണ്, ഒരു പ്രതീക്ഷയാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അതുപോലെ IBPS ക്ലർക്ക്, IBPS RRB ക്ലർക്ക്, IBPS RRB PO 2023 നോക്കുമ്പോൾ PO 2,485 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. 5,538 വേക്കൻസി 2023 ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ 2022 പിന്നെയും കുറവായിരുന്നു. പിന്നെ PO പോസ്റ്റുകൾ 2,676 ഉണ്ടായിരുന്നു. നോക്കി 2021 RRB ക്ലർക്കിന് 7,001 ഉണ്ടായിരുന്നു. 4,846. 2021 അത്യാവശ്യം നല്ല എന്തുണ്ട് ഉണ്ടായിരുന്നു. എങ്കിലും RRB ക്ലർക്കിന്റെ പോസ്റ്റ് 2025 തന്നെയാണ് കൂടുതൽ. ഓക്കെ, അപ്പൊ എല്ലാം നോക്കുമ്പോൾ 5,076 ഉള്ളൂ 2020. 4,201 ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ 2024 ഞാൻ ഇവിടെ നേരിടുന്നത് 2024 ആവുമ്പോൾ ക്ലറിക്കൽ പോസ്റ്റിന് എത്ര വേക്കൻസീസ് ഉണ്ടായിരുന്നു? 2024 ആയപ്പോൾ PU പോസ്റ്റിന് എത്ര വേക്കൻസീസ് ഉണ്ടായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ 5,800 3,583 ഉണ്ടായിരുന്നേ. 5,800 3,583 ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ 2025 വന്നപ്പോഴത്തേക്കും വീണ്ടും കൂടുതലാണ്, അതിലും കൂടുതലാണ്. ഇപ്രാവശ്യം 7,972 ആണ് കേട്ടോ. 7,972, ഓൾമോസ്റ്റ് 8,000 അല്ലേ. അതുപോലെ 3,907. നോക്കി കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റിൽ ഈ 7 വർഷത്തിനിടയ്ക്ക് വന്നേക്കുന്ന ഏറ്റവും വലിയ വേക്കൻസിയാണ് 2025 കേട്ടോ. ഏറ്റവും വലിയ വേക്കൻസിയാണ് 7,972 വേക്കൻസീസ് എന്ന് പറയുന്നത് ക്ലറിക്കൽ പോസ്റ്റ് IBPS RRB ക്ലർക്ക്. അപ്പൊ ഈ ചാൻസ് മാക്സിമം പ്രയോജനപ്പെടുത്തുക. അതുപോലെ 3,907 2021 20 ഒക്കെ അതിലും കൂടുതൽ വന്നിട്ടുണ്ട്. എങ്കിലും 22, 23, 24 നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ 2025 തന്നെയാണ് PO പോസ്റ്റുകളുടെ വേക്കൻസീസ്. അപ്പം ഈ ഒരു ചാൻസ് മാക്സിമം യൂസ് ചെയ്യാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ IBPS RRB PO ആണെങ്കിൽ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ക്ലറിക്കൽ പോസ്റ്റിൽ ഇന്റർവ്യൂ ഇല്ല, അതേ ഉള്ളൂ ഡിഫറൻസ് കേട്ടോ. പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ക്ലറിക്കൽ പോസ്റ്റിൽ ഇന്റർവ്യൂ കൂടെ ആഡ് ആയി കഴിഞ്ഞാൽ എന്തായി കഴിഞ്ഞു? IBPS RRB PO എക്സാം ആയി. അതുപോലെ തന്നെ
എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ മുന്നിലുള്ളത് രണ്ട് സബ്ജക്റ്റ് ആണ്, റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി. വേറെ ഒരു എക്സാമിനും ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ല പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട്. റീസണിങ്ങും മാത്സും മാത്രം പഠിച്ചാൽ മതി. റീസണിങ്ങിന് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 40 മാർക്കാണ്, 25 മിനിറ്റ് ആണ് ടൈം ഡ്യൂറേഷൻ. അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി മാത്സിന് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ്. ഓക്കെ, അങ്ങനെ 80 ക്വസ്റ്റ്യനകത്തുനിന്ന് നിങ്ങൾക്ക് 80 മാർക്കാണുള്ളത്, 45 മിനിറ്റ്സ് ആണ് ടൈം ഉള്ളത്. ഓക്കെ, റീസണിങ്ങിന് 25 മിനിറ്റ് കിട്ടും, മാത്സിന് 20 മിനിറ്റ് കിട്ടുള്ളൂ. സെക്ഷണൽ ടൈമിംഗ് ആണ്, അവിടുത്തെ ടൈം എടുത്ത് ഇവിടെ, ഇവിടുത്തെ ടൈം എടുത്ത് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. 25 മിനിറ്റ് കൊണ്ട് റീസണിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 40 ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും. മാക്സിമം മാർക്ക് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് 40 മാർക്കാണ്. അതുപോലെ 20 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ ന്യൂമറിക്കൽ എബിലിറ്റിക്ക്, 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ്. അങ്ങനെ 45 മിനിറ്റ്സിൽ 80 മാർക്സ് ആണ്. ഇനി കഴിഞ്ഞ 7 വർഷത്തെ കട്ട് ഓഫ് അനാലിസിസ് നമുക്ക് ചെയ്യാവേ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എത്ര റേഞ്ച് മാർക്കൊക്കെ നിങ്ങൾ സ്കോർ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും റീസണിങ് ന്യൂമറിക്കൽ എബിലിറ്റി മാത്രം പോരാ കേട്ടോ. മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും ജനറൽ അവയർനെസ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ, എക്സ്ട്രാ വരുന്നുണ്ട്. റീസണിങ് ഉണ്ട് 40 ക്വസ്റ്റ്യൻ 50 മാർക്കിനാണ്. അരമണിക്കൂർ ടൈം ഉണ്ട് കേട്ടോ. അപ്പൊ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് 50 മാർക്ക് സ്കോർ ചെയ്യാം റീസണിങ്ങിന്റെ 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ. അതുപോലെ ജനറൽ അവയർനെസ് ആണെങ്കിൽ 40 ക്വസ്റ്റ്യന് 40 മാർക്കാണ്, 15 മിനിറ്റ് മതി ടൈം. കാരണം ജസ്റ്റ് വായിച്ച് നോക്കി അറിയാവുന്ന ക്വസ്റ്റ്യൻ എഴുതി പോയാൽ നമ്മൾ ചെയ്തും നോക്കാനില്ലല്ലോ. അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി ആണെങ്കിൽ 40 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 50 മാർക്ക് സ്കോർ ചെയ്യും, സെയിം ടൈം. റീസണിങ്ങിനും ന്യൂമറിക്കൽ എബിലിറ്റിക്കും സെയിം ടൈം ഡ്യൂറേഷൻ ആണ്, 30 മിനിറ്റ്സ് ഉണ്ട്, 40 ക്വസ്റ്റ്യൻസ് 50 മാർക്സ്. അതുപോലെ ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്കും അരമണിക്കൂർ ടൈം ഉണ്ട്, പക്ഷെ 40 ക്വസ്റ്റ്യന് 40 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ ആണെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് 1 ക്വസ്റ്റ്യൻ 1/2 മാർക്ക് വെച്ചിട്ടുള്ളൂ കേട്ടോ. 20 മാർക്കിനായിരിക്കും കമ്പ്യൂട്ടറിന്റെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്, 15 മിനിറ്റ് ആയിരിക്കും നിങ്ങളുടെ സെക്ഷണൽ ടൈം. അതുപോലെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 200 മാക്സിമം മാർക്കിൽ 2 അവർ ആണ് നമ്മുടെ മെയിൻസ് എക്സാമിനേഷന്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. 2 മണിക്കൂറിനുള്ളിൽ ഈ 200 ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ 200 മാർക്കിൽ എത്ര സ്കോർ ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജോബ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എക്സാം പാറ്റേൺ. അപ്പൊ നിങ്ങൾക്ക് പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. മെയിൻ ആയിട്ട് പ്രിലിംസ് പ്രിപ്പറേഷൻ ഒരു പാർട്ടായിട്ട് നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയിട്ടും കൂടെ പ്രിപ്പയർ ചെയ്യണം. കാരണം ജനറൽ അവയർനെസ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഈ 3 സംഭവങ്ങളാണ് എക്സ്ട്രാ ഉള്ളത്. പ്രിലിംസിന് റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും പഠിക്കുന്ന ഒരു എഫക്ട് എന്തായാലും മെയിൻസിന് കിട്ടും. റീസണിങ് ന്യൂമറിക്കൽ എബിലിറ്റിക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജനറൽ അവയർനെസ് ഡെയിലി നോക്കുക, ഇംഗ്ലീഷിന്റെ കുറച്ച് ടൈം ഒരു 1 അവർ വെച്ചിട്ട് ഇതിനും സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ജനറൽ അവയർനെസ്സിന് ഒരു 1 അവർ, അതുപോലെ ഇംഗ്ലീഷിന് ഒരു 1 അവർ, ഒരു ഹാഫ് അവർ കമ്പ്യൂട്ടറിന്. എല്ലാ ദിവസവും വേണ്ട, ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് സെലക്ട് ചെയ്യാം, ജനറൽ അവയർനെസ് ഓൾട്ടർനേറ്റ് ഡേയ്സ് സെലക്ട് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം ജനറൽ അവയർനെസ് ആണ് 1.5 മണിക്കൂർ പഠിക്കുന്നതെങ്കിൽ ഒരു ദിവസം ഇംഗ്ലീഷ് 1.5 മണിക്കൂർ പഠിക്കാം, ഒരു ദിവസം കമ്പ്യൂട്ടർ 1.5 മണിക്കൂർ പഠിക്കാം. പക്ഷെ മെയിൻലി റീസണിങ് മാക്സിമം എല്ലാ ദിവസവും പഠിച്ചു പോവാം. അങ്ങനത്തെ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കി, ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ വേക്കൻസി ട്രെൻഡ്. താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ കട്ട് ഓഫ് അനാലിസിസ് ഉണ്ടായിരിക്കും. 2024 കട്ട് ഓഫ്, 2023 കട്ട് ഓഫ്. അത് വെച്ചിട്ട് വേക്കൻസീസും കൂടെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. വേക്കൻസീസ് കൂടുതലാണെങ്കിൽ കട്ട് ഓഫ് കുറച്ചൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടുള്ള ഡീറ്റെയിൽ സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് ടൈം ചെയ്യാം. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ പ്രിപ്പറേഷൻ. ഓക്കെ, താങ്ക് യു.